ഹായ് സർ. സർ, നമ്മുടെ നാട്ടിലിപ്പോൾ DBS പ്രൊസീജിയർ ചെയ്തു തുടങ്ങിയിട്ട് 25 വർഷത്തോളം ആയെന്ന് സാറ് പറഞ്ഞല്ലോ. അതിലെന്തെങ്കിലും വേറെ അഡ്വാൻസ്മെന്റ്സ് ഈയിടെയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫെബി, നമ്മൾ പറഞ്ഞിരുന്നു ഈ പാർക്കിൻസൺ രോഗം തലച്ചോറിൻ്റെ ഒരു ചലനത്തിൻ്റെ സർക്യൂട്ടിൽ വരുന്ന ഒരു അബ്നോമാലിറ്റി കൊണ്ട് വരുന്നതാണ്. അവിടുത്തെ അബ്നോമലായിട്ടൊരു ബീറ്റാ വേവ് എന്ന് പറയുന്ന ഒരു റിതം വന്നിട്ടാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കാണുക. അപ്പം നമ്മൾക്കിത് അറിയില്ലായിരുന്നു. ഇപ്പം റീസെൻ്റായിട്ട് വരുന്ന പുതിയ ടെക്നോളജിയിൽ നമുക്ക് ഈ വെക്കുന്ന ബാറ്ററിക്കകത്ത് തന്നെ തലച്ചോറിനുള്ളിലെ ഈ വേവിനെ പറ്റി മനസ്സിലാക്കാനും നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ആ വേവ് കുറയുന്നുണ്ടോ, അത് ഏത് രീതിയിൽ കറണ്ട് കൊടുത്താലാണ് ആ വേവ് കുറയുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് പ്രയോജനങ്ങളാണ്. ഒന്ന്, നമുക്ക് രോഗിയുടെ പ്രോഗ്രാമിങ്ങിന് അഥവാ ഈ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. രണ്ടാമത്തത് ഏത് രീതിയിലാണ് ഈ കറണ്ട് കൊടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി നമുക്കൊരു വ്യക്തമായ ധാരണ ലഭിക്കും. അപ്പോൾ ആ ഫീഡ്ബാക്ക് കിട്ടുന്ന മെക്കാനിസം ഇപ്പോൾ റീസെൻ്റ്ലി ഇതിൽ പുതുതായിട്ട് വന്നൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അഡാപ്റ്റീവ് DBS അഥവാ ADBS. അതായത് ഈ ബാറ്ററിക്ക് നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള റെക്കോർഡിങ്സ് എടുക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാറ്ററി തലച്ചോറിലേക്ക് കറണ്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ഉറങ്ങുന്ന അവസ്ഥയിൽ നമുക്ക് അത്ര കറണ്ട് വേണ്ടി വരില്ല. കാരണം നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് വലിയ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഘട്ടത്തിലാണെങ്കിൽ ഒരേ രീതിയിലുള്ള കറണ്ടായിരിക്കും പകലും രാത്രിയും എല്ലാ സമയവും ബാറ്ററി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ അഡാപ്റ്റീവ് DBSൽ പേഷ്യൻ്റ് ഉറങ്ങുവാണ്, പേഷ്യൻ്റ് വലിയ കറണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി അതിനനുസരിച്ച് ചെറിയ കറണ്ട് കൊടുക്കുകയും പകൽ സമയങ്ങളിൽ മരുന്നിൻ്റെ സഹായമുള്ള സമയത്ത് ഈ കറണ്ട് കുറച്ച് വയ്ക്കുകയും മരുന്നിൻ്റെ ഗുണം പോകുന്ന സമയത്ത് ഈ കറണ്ട് ഓട്ടോമാറ്റിക്കലി കൂടുകയും ചെയ്യും. അതായത് രോഗിയുടെ രോഗലക്ഷണത്തിനും രോഗി ചെയ്യുന്ന ആക്ടിവിറ്റിക്കും അനുസരിച്ച് നമ്മുടെ ഈ ബാറ്ററി അഡാപ്റ്റ് ചെയ്തുള്ള കറണ്ട് കൊടുക്കും. അങ്ങനെയാണ് അഡാപ്റ്റീവ് DBS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുമ്പൊക്കെ ഈ ബാറ്ററിയുടെ ലൈഫ് 10 വർഷം അല്ലെങ്കിൽ 15 വർഷമായിരുന്നു. ഇപ്പം നമുക്ക് 25 വർഷം വരെയുള്ള ബാറ്ററി അവൈലബിൾ ആണ്. ഈ അഡാപ്റ്റീവ് DBS എന്ന് പറയുന്ന ടെക്നോളജി ഇപ്പോൾ US അപ്രൂവ്ഡ് ആണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ ഇന്ത്യയിലും വരും എന്ന് വിചാരിക്കുന്നു. ഈ നമ്മളിപ്പോൾ അവസാനം നമ്മൾ ചെയ്ത കേസുകളിലൊക്കെ വെച്ച ബാറ്ററിക്കകത്ത് തന്നെ ഈ ടെക്നോളജി ഓൾറെഡി ഇൻകോർപ്പറേറ്റഡ് ആണ്. നമുക്കത് അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അവർക്കെല്ലാം ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു സർ.